ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ അമൃത വിശ്വവിദ്യാപീഠവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ എറണാകുളം ജില്ലാതല മത്സരം നടന്നു. ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച മത്സരത്തിൽ ഭവൻസ് ഗിരിനഗറും ഭവൻസ് എളമക്കരയും ജേതാക്കളായി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ക്വിസ് ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്ക് എറണാകുളം സൗത്ത് ACP രാജ്കുമാർ ക്യാഷ് പ്രൈസും ട്രോഫിയും കൈമാറി. Team 4 200. Yes. And they dropped the bombs on Hiroshima and Nagasaki. Absolutely right. These are the planes that dropped the bomb on Hiroshima and Nagasaki. Enola Gay and കല, സാഹിത്യം, ശാസ്ത്രം, ചരിത്രം, പൊതുവിജ്ഞാനം തുടങ്ങി അറിവിന്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്നതായിരുന്നു ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ അമൃത വിശ്വവിദ്യാപീഠവുമായി ചേർന്ന് ഇടപ്പള്ളി അല്ലമിൻ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്വിസ് മത്സരം. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ളവരെ കണ്ടെത്താൻ സംഘടിപ്പിക്കുന്ന ജില്ലാതല മത്സരങ്ങളിൽ 9ാമത് മത്സരമാണ് എറണാകുളത്ത് നടന്നത്. ക്വിസ് എന്ന് പറഞ്ഞതൊരു ഇത്രയും ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് നമുക്കൊരു അംഗീകൃതമായിട്ടുള്ളൊരു മത്സരം ഇല്ല. അപ്പം അങ്ങനെ നടത്തുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ സംസ്ഥാനതല ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ആശയം കൊണ്ടുവരുന്നതും ജില്ലകളിൽ നിന്നും ജില്ലാതല ക്വിസിംഗ് ചാമ്പ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് മത്സരം നടത്തി സംസ്ഥാനതല ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതും. സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായി 400ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ജൂനിയർ വിഭാഗത്തിൽ ഭവൻസ് ഗിരിനഗറും സബ് ജൂനിയർ വിഭാഗത്തിൽ ഭവൻസ് എളമക്കരയും ജേതാക്കളായി. ഭവൻസ് തിരുവാങ്കുളം, ഭവൻസ് മുൻഷി വിദ്യാശ്രമം എന്നീ ടീമുകളാണ് ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ക്വിസ് ചാമ്പ്യൻഷിപ്പ് വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രിലിംസ് ഞങ്ങൾക്ക് ഇത്തിരി ടഫായിട്ട് തോന്നി, എന്നാലും ഞങ്ങൾ ക്വാളിഫൈ ചെയ്തു. പിന്നെയായിരുന്നു ഫൈനൽസും ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ്, നമുക്ക് കുറേ ആലോചിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. കുറച്ച് നേരം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ക്രാക്ക് ചെയ്തു. ലാസ്റ്റ് റൗണ്ടൊക്കെ ഞങ്ങൾ നല്ല സേഫായിട്ട് കളിച്ചു. നല്ല രസമായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് കിട്ടി, നല്ലോണം നോളജ് കിട്ടി. പിന്നെ ക്വിസ് മാസ്റ്റർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇറക്കിയെന്ന്. എറണാകുളം സൗത്ത് ACP രാജ്കുമാർ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും കൈമാറി. ഏത് തരം മത്സര പരീക്ഷ പാസ്സാകുമ്പോഴും നമ്മളുടെ ജനറൽ നോളജ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് നേടിയെടുക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, അവരെല്ലാവരും തന്നെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടെത്തുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. NITയുടെ പ്രോഡക്റ്റോ IIT പ്രോഡക്റ്റോ അതല്ലെങ്കിൽ MBBS MD ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എഴുതിക്കൊണ്ട് UPSC പരീക്ഷ എഴുതിക്കൊണ്ട് അതിൽ നിന്ന് നേടിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ എറണാകുളം ജില്ലയിൽ എത്തിച്ചേർന്ന കളക്ടറായാലും എറണാകുളം ജില്ലയിൽ എത്തിച്ചേർന്ന ജില്ലാ പോലീസ് മേധാവി, അത് കമ്മീഷണർ സാറും അതിൽ നിന്നൊക്കെ ഉയർന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയോ അതല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയൊക്കെ ആയി മാറുന്നത്. മികവാർന്ന പഠനത്തിന് ശേഷം അവർ മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് വളരെയധികം ഉയർന്ന റാങ്ക് നേടിയതിന് ശേഷമാണ് ആ പദവികളിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ പദവികളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിലാണ് നമ്മളുടെ GK, നമ്മൾ മറ്റ് ജനറൽ അവയർനെസ് എല്ലാം പഠിച്ചു വരുന്നത്. അതിൻ്റെ ഒരു തുടക്കം നിങ്ങളിൽ ഉണ്ടാക്കാൻ, നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിലേക്കായി ഇത്തരം ക്വിസ് കോമ്പറ്റീഷൻസ് വളരെ നല്ലതാണ്. KSFE അർബൻ റീജിയണൽ ചീഫ് മാനേജർ സജി ജോസഫ്, അല്ലമീൻ പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷിബി മരക്കാർ, IQA എറണാകുളം ഡിസ്ട്രിക്ട് ചാപ്റ്റർ കോർഡിനേറ്റർ ഗോപിക ജാനകി, ഭവൻസ് കൊച്ചി കേന്ദ്ര വൈസ് ചെയർമാൻ വിജയകുമാർ അമ്പാട്ട്, അമൃത ന്യൂസ് റീജിയണൽ ഹെഡ് ശ്രീജിത്ത് M. നായർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 14 ജില്ലകളിലെയും ചാമ്പ്യന്മാർ കേരളത്തിന്റെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ സ്കൂൾ പദവിക്ക് വേണ്ടി മത്സരിക്കും. മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിലെ മത്സരങ്ങൾ യഥാക്രമം ജനുവരി 23, 24, 28 തീയതികളിലായി നടക്കും. അമൃത ന്യൂസ്, കൊച്ചി.